وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا محمد صلى الله عليه وسلم عبده ورسوله أشرف مولود. صلى الله وسلم على سيدنا ومولانا محمد وعلى آل سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. صدق الله مولانا العظيم. بشرى لنا معشر الإسلام إن لنا من العناية ركنا غير منهدم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. لما دعا الله داعينا لطاعته بأكرم الرسل كن أكرم الأمم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനികളെ, പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ പവിത്രമായ ദിനരാത്രങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അമലുകളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും രാജാതിരാജനായ അല്ലാഹു നമുക്കെല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി നമ്മളെ രക്ഷപ്പെട്ട അടിമകളെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നാം നിർവഹിക്കുന്ന അമലുകളുടെ കൂട്ടത്തിൽ വെച്ച് വളരെ ശ്രേഷ്ഠമായ അമലാണ് അല്ലാഹുവിൻ്റെ ദീൻ പഠിക്കുക എന്നത്. നമ്മുടെ ഈമാനും തഖ്വയും വർദ്ധിക്കാൻ അത് കാരണമാണ്. നോമ്പ് എന്നത് ഒരു പരിചയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. റമളാൻ എന്ന വാക്കിന്റെ അർത്ഥം കരിച്ചു കളയുന്നത് എന്നാണ്. എല്ലാ തെറ്റുകളെയും കുറ്റങ്ങളെയും കരിച്ചു കളയുന്ന, ഇല്ലായ്മ ചെയ്യുന്ന, അതിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്ന മാസം എന്ന് അർത്ഥം. അതുപോലെ അസ്സൗമു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒരു പരിച, നമ്മിലേക്ക് ആക്രമിക്കാൻ വരുന്ന
ഒരാളെ തടുക്കാനുള്ളതാണല്ലോ പരിച, വാളും പരിചയും എന്ന് പറയുന്നു. നോമ്പ് എന്നത് ഒരു പരിചയാണ്. പൈശാചികമായ അതിക്രമണങ്ങൾ, നമ്മെ തെറ്റിലേക്ക് നയിക്കുന്ന കാര്യങ്ങളുമായി പിശാച് വരുമ്പോൾ ആ പിശാചിനെ പ്രതിരോധിക്കാനുള്ള ഒരു പരിചയാണ് നോമ്പ് എന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നോമ്പുകാരനെ സംബന്ധിച്ച് സാധാരണ നോമ്പ് എന്ന് പറയുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് നോമ്പെടുത്തു എന്ന് പറയുന്നതാണോ? മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുന്ന് നമ്മളെ എല്ലാവരെയും പഠിപ്പിച്ചു, റമദാൻ മാസത്തിൽ നോമ്പെടുക്കുന്ന മുഅ്മിനീങ്ങൾ 3 തരം ആളുകൾ ആണ്. 3 വിഭാഗമായി അവരെ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു വേർതിരിച്ചു പഠിപ്പിച്ചു. അതിൽ ഒന്നാമത്തെ വിഭാഗം ആരാണ്? അത് സൗമുൽ അവാം, സാധാരണക്കാരായ ആളുകളുടെ നോമ്പ്. എന്താണ് അതിന് പ്രത്യേകതകൾ ഉണ്ടോ? അത് അല്ലാഹു തആല നിർദ്ദേശിച്ച ഒരു നിർദ്ദേശം അനുസരിച്ച് അവൻ നിർവഹിക്കേണ്ട ബാധ്യതയാകുന്ന ഒരു ഫർള് നിർവഹിച്ചു. നിയത്ത് വെച്ച് നോമ്പെടുത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ, സുബഹി ബാങ്ക് കൊടുക്കുന്നത് മുതൽ മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നത് വരെ എല്ലാവിധത്തിലും ഉള്ള അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച്, അതുപോലെ മറ്റുള്ള തെറ്റായ കാര്യങ്ങളിൽ നിന്ന്, നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് നോമ്പുകാരനാണ് എന്ന് പറയുമ്പോൾ അത് സാധാരണക്കാരായ ആളുകളുടെ നോമ്പാണ്. ആ നോമ്പിന് കാര്യമായ പ്രത്യേകതകൾ ഒന്നുമില്ല. രണ്ടാമത്തെ ഒരു വിഭാഗത്തെ സംബന്ധിച്ച് മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സൗമുൽ ഖവാസ്, അത് കേവലം നോമ്പുകാരല്ല, പ്രത്യേകമായ ചില നോമ്പുകാർ. അവരുടെ നോമ്പിന്റെ പ്രത്യേകത എന്താണ്? അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചത് മാത്രമല്ല, അവരുടെ കൈകാലുകൾക്ക് നോമ്പുണ്ട്, അവരുടെ നാവിന് നോമ്പുണ്ട്, അവരുടെ കണ്ണിന് നോമ്പുണ്ട്, അവരുടെ കാതിന് നോമ്പുണ്ട്, അവരുടെ കാലുകൾക്ക് നോമ്പുണ്ട്, അവരുടെ ജവാരിഹുകൾക്ക് മുഴുവനും അഥവാ അവയവങ്ങൾക്ക് മുഴുവനും നോമ്പ് ഉണ്ട് എന്ന് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച കാര്യം ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുന്ന് രേഖപ്പെടുത്തുകയാണ്. അത് സ്വാലിഹീങ്ങളുടെ നോമ്പാണ്, മഹാന്മാരുടെ നോമ്പാണ്. അവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ മാത്രമല്ല, റമദാനിൽ മാത്രമല്ല, എല്ലാ സന്ദർഭങ്ങളിലും അവരുടെ ജീവിതം അങ്ങനെയാണ്. അവരുടെ ജവാരിഹുകളെ അവർ സൂക്ഷിക്കുകയാണ്. പ്രത്യേകിച്ച് നോമ്പ് കാലത്ത് അവരുടെ എല്ലാ അവയവങ്ങൾക്കും നോമ്പുണ്ട്. അപ്പോൾ അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഹദീസിൽ അസ്സൗമു ജുന്നത്തുൻ, നോമ്പ് ഒരു പരിചയാണ്. സൗമ് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ആ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാ അവയവങ്ങൾക്കും ഈ പ്രത്യേകമായ സംരക്ഷണം അവർ കൊടുക്കുകയാണ്. അതിലേറ്റവും പ്രത്യേകമായി
നാവിനെ അവർ സംരക്ഷിക്കുകയാണ്. നോമ്പുകാർ ഏറ്റവും ഗൗരവമായി ആലോചിക്കേണ്ട കാര്യം അതാണ്. നാവ് അതാണ് ഏത് മനുഷ്യരെയും അപകടത്തിലേക്ക് ചെന്ന് ചാടിക്കുക. ബഹുമാനപ്പെട്ട ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, മൻ നജാതു യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ രക്ഷ, വിജയം എന്നെല്ലാം അർത്ഥം വരുന്ന ഒരു പദം അത് പറഞ്ഞുകൊണ്ട് ചോദിച്ച് വരികയാണ് ബഹുമാനപ്പെട്ട ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു. എന്താണ് നജാത്ത്, രക്ഷ എന്താണ്, വിജയം എന്താണ്? ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒന്നാമതായി അംസിക അലൈക ലിസാനക്, മോനെ നിന്റെ നാവിനെ നീ പിടിച്ചു കെട്ടണം, നാവിനെ പിടിച്ചു വെക്കണം. ആ നാവിലൂടെ വരുന്നത് വാക്കുകളാണെങ്കിൽ ആ വാക്കുകളെ നീ നിയന്ത്രിച്ചേ മതിയാകൂ. നിന്റെ നാവിനെ നീ പിടിച്ചു വെക്കണം. മറ്റൊരു ഹദീസിൽ, അത് മറ്റൊരു റിവായത്തിൽ, റിപ്പോർട്ടിൽ നമുക്ക് കാണാം, അംലിക് അലൈക ലിസാനക്, നിന്റെ നാവിനെ നീ അടിമയാക്കണം, നീ ഉടമസ്ഥനാകണം. നാവിനെ നീ പിടിച്ചു വെച്ച് നീ ചിന്തിക്കുന്നത് പോലെ, നീ ആലോചിക്കുന്നത് പോലെ നാവിന് പറയാൻ കഴിയണം. ആലോചനയില്ലാതെ, ചിന്തയില്ലാതെ എന്തെങ്കിലും വിളിച്ചു പറയുന്ന ഒരു നാവായി നിന്റെ നാവ് മാറാൻ പാടില്ല. അംസിക് അലൈക ലിസാനക്, അതാണ് വിജയത്തിന്റെ മാർഗമെന്ന് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈ ഹദീസിൽ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അംസിക് അലൈക ലിസാനക്, നിന്റെ നാവിനെ നീ പിടിച്ചു വെക്കുക. രണ്ടാമത്തേത്, ഫല്യസഅക ബൈതുക, നിന്റെ വീട് നിനക്ക് വിശാലമായ വീടാകണം, വിശാലമായ വീടാകണം. അവിടെ റഹ്മത്തിന്റെ മലായികത്തുകൾക്ക് കടന്നു വരാനുള്ള വിശാലത വേണം. സ്വാലിഹീങ്ങളായ ആളുകളുടെ അർവാഹിന് കടന്നു വരാൻ കഴിയുന്ന വിശാലത വേണം. അതുപോലെ ഒരുപാട് നല്ല മനുഷ്യന്മാർക്ക് വന്നു കയറാൻ പറ്റുന്ന വീടാകണം. അങ്ങനെ നിന്റെ വീട് ആത്മീയമായി വിശാലതയുള്ള വീടാകണം എന്ന് ഒരു അർത്ഥം. അതേപോലെ തന്നെ സാമ്പത്തികമായ ശേഷിയുള്ള ആളുകൾക്ക് അവരുടെ വരുമാനത്തിനുമനുസരിച്ച്, അവരുടെ കഴിവിനനുസരിച്ച്, അവരുടെ സ്ഥലത്തിനനുസരിച്ച് വീട് വിശാലമായിരിക്കണം. കാരണം ഒരുപാട് കുടുംബങ്ങൾ വരുമ്പോൾ അവരെ ഉൾക്കൊള്ളാൻ കഴിയണം. ഒരുപാട് ആളുകൾ വരുമ്പോൾ അവരെ കയറ്റിയിരുത്തി സൽക്കരിക്കാൻ പറ്റണം. അങ്ങനെ നല്ല വീട് വിശാലതയുണ്ടാകണം. ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വബ്കി അലാ ഖതീഅതിക, നിന്റെ തെറ്റുകൾ ഓർമ്മിച്ച് നീ കരയണം. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയവരാണ് നമ്മൾ. ആ തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരണം. അതിനെന്ത് വേണം? കണ്ണുനീരൊലിപ്പിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങണം. അപ്പോൾ ആ കണ്ണുനീരിലൂടെ നമ്മുടെ പാപങ്ങൾ ഒലിച്ചു പോകുകയാണ്. അതിനാണ് ബഹുമാനപ്പെട്ട ഇമാമുന മുഹമ്മദുൽ ബൂസിരി റളിയല്ലാഹു അൻഹു പാടിയത്, വസ്തഫരി ആമീൻ ഐനിൻ ഖാദിം തലാഅത് മിനൽ മഹാരിമി വൽ സംഹിം യതന്നദമി മൗലായ സ്വല്ലി വസല്ലം
لم دائما أبدا على حبيبك خير الخلق كلهم واستفرغ الدمع من عين ഓരോ ആളുകളും അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊലിപ്പിക്കട്ടെ ഖദിം തലഅ മിനൽ മഹാരിം ആ കണ്ണുകൾ എത്രയോ ഹറാമ് കൊണ്ട് നിറഞ്ഞു പോയില്ലേ എത്രയോ തെറ്റുകൾ കണ്ണുകൊണ്ട് ചെയ്തു പോയില്ലേ ആ കണ്ണുകളിലൂടെ അല്ലാഹുവിനെ ഭയന്നിട്ട് കരയട്ടെ ആ കണ്ണുകളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന കണ്ണുനീരുണ്ടല്ലോ അത് നരകത്തെ കെടുത്താൻ ശേഷിയുള്ള കണ്ണുനീരാണ് മഹാനവറുകൾ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഖുർആനിലുള്ള ആയത്തുകളെ ആലോചിച്ചുകൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യൻ കണ്ണുനീരൊലിപ്പിക്കുന്നുവെങ്കിൽ അത് നരകത്തിന്റെ അഗ്നിയെ കെടുത്താൻ ശേഷിയുള്ള കണ്ണുനീരാണ് അതിന് വലിയ പ്രത്യേകതയുണ്ട് കാരണം ആത്മാർത്ഥമായി ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ഏത് പ്രവർത്തനവും ആളെ കാണിക്കാൻ വേണ്ടിയല്ല ആളുകൾ പറയാൻ വേണ്ടിയല്ല കുറെ ആളുകൾ നമ്മളെ പൊന്തിച്ചു പൊക്കി പറയാൻ വേണ്ടിയല്ല അല്ലാഹുവിന് വേണ്ടിയാണ് അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ തെറ്റുകൾ ഓർമ്മിച്ച് കരയുമ്പോ ദുആ ചെയ്യുമ്പോൾ കരയുമ്പോ ഖുർആൻ ഓതുമ്പോൾ കരയുമ്പോ അതാരും കാണാനുമല്ല കേൾക്കാനുമല്ല അല്ലാഹുവിനെ ഭയന്ന് കരയുകയാണ് വബ്കി അലാ ഖതീഅതിക നിന്റെ തെറ്റുകൾ ഓർമ്മിച്ച് നീ കരയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ആ കരയുന്ന മനുഷ്യന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുന്നു ഈ ഹദീസിൽ ഒന്നാമതായി പറഞ്ഞ കാര്യം അംലിക് അലൈക ലിസാനക അല്ലെങ്കിൽ അംസിക് അലൈക ലിസാനക നിന്റെ നാവിനെ നീ പിടിച്ച് നിയന്ത്രിച്ചു കൊള്ളണം അതിലേറ്റവും പ്രധാനമാണ് മറ്റൊരാൾക്ക് ഇഷ്ടമില്ലാത്തത് നമ്മൾ പറയുക എന്ന് നമ്മുടെ നോമ്പിനെ സമ്പൂർണമായി നശിപ്പിച്ചു കളയുന്നതാണ് പക്ഷേ നമ്മൾ അറിയാതെ നാലാള് കൂടുമ്പോൾ എന്നാണ് പണ്ട് പറയുക അല്ലെങ്കിൽ പണ്ടൊക്കെ ഇങ്ങനെ പറയുന്നേക്കാം ഉമ്മമാരെ സ്ത്രീകളെ അപ്പുറത്ത് പോയി ഇപ്പുറത്ത് പോയി ഇങ്ങനെ പറയും ഇന്ന് സ്ത്രീകളല്ല ഇന്ന് ഏറ്റവും കൂടുതൽ നാവ് കൊണ്ട് മറ്റൊരാളെ കുറ്റം പറയുന്നതും ഇകഴ്ത്തുന്നതുമൊക്കെ പുരുഷന്മാരാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇന്ന് അപ്പുറത്ത് ഇപ്പുറത്തൊന്നും പോകാനൊന്നും ആർക്കും സമയമില്ല ഇന്ന് വാട്സപ്പ് ഓണാക്കി വെച്ച് ഫേസ്ബുക്ക് തുറന്നു വെച്ച് മറ്റുള്ള സോഷ്യൽ മീഡിയകളിലൂടെ വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്ന കാലമാണ് അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ ഇന്ന് ഗീബത്തും നമീമത്തും ഒക്കെ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെടുന്നത് നമ്മുടെ കൈകളിലുള്ള മൊബൈലിലൂടെയായി മാറിയിരിക്കുകയാണ് അതിന് തെറ്റില്ല എന്ന് വിചാരിച്ചോ ഏറ്റവും വലിയ തെറ്റ് തന്നെയാണത് അല്ലാഹുവിനോട് നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അഥവാ അല്ലാഹു തആല കൽപ്പിച്ചത് ചെയ്യാതെ വിരോധിച്ചത് ചെയ്യുമ്പോൾ അല്ലാഹു തആല അതിന് ശിക്ഷ നൽകും എന്നാൽ നമ്മൾ അല്ലാഹുവിനോട് തൗബ ചെയ്താലോ അല്ലാഹു തആല ആ തൗബ സ്വീകരിച്ച് നമ്മുടെ തെറ്റുകൾ മായ്ച്ചു കളയും അല്ലാഹു തആല തന്നെ പറഞ്ഞിട്ടില്ലേ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തെറ്റുകളും പുറത്തു തരും അല്ലാഹു അതിനൊന്നും ഒരു പിശുക്കുമില്ല അതേ സമയം നമ്മളെ നമ്മുടെ സഹജീവികളായ മറ്റൊരു മനുഷ്യനെ സംബന്ധിച്ച്
മറ്റൊരു മുഅ്മിനിനെ സംബന്ധിച്ച് ഗീബത്ത് പറഞ്ഞാൽ അത് അല്ലാഹു പുറത്തു തരൂല, അത് അവൻ പുറത്തു തരണം, എന്നാലേ അല്ലാഹു പരിഗണിക്കുകയുള്ളൂ. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പഠിപ്പിക്കുകയാണ്, അന്നൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു, അത്തദറൂന മൽ ഗീബ, എന്താണ് ഗീബത്ത് എന്ന് നിങ്ങൾക്കറിയോ? ഖാലൂ അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും റസൂലിനുമാണ് എല്ലാം അറിയുന്നത്, അഥവാ ഞങ്ങൾക്കറിയില്ല എന്ന് അവര് മറുപടി കൊടുത്തു. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ ദകർത അഖാക ബിമാ യക്റഹു, നിന്റെ ഒരു സഹോദരനെ സംബന്ധിച്ച് അവന് ഇഷ്ടമില്ലാത്തത് നീ പറയുകയാണ്, അപ്പോൾ നീ അവനെ ഗീബത്ത് പറഞ്ഞിരിക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, എന്താണ് ചോദ്യം? ഇൻ കാന ഫീ അഖീ മാ അഖൂൽ, ഞാൻ ആ പറയുന്ന കാര്യം എന്റെ ആ സ്നേഹിതനിൽ ഉള്ള കാര്യമാണെങ്കിൽ അത് ഗീബത്താകോ? ഉള്ള കാര്യം തന്നെയാണ്, ഉദാഹരണമൊന്നും പറഞ്ഞ് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരാൾ മദ്യപാനം പതിവാക്കി, ആ മദ്യപാനം വലിയ തെറ്റാണ്. നാളെ പാരത്രിക ലോകത്ത് അവർക്ക് ഏറ്റവും വൃത്തികെട്ട വ്യഭിചാരി പെണ്ണിന്റെ രഹസ്യഭാഗങ്ങളിൽ നിന്ന് വരുന്ന ചീഞ്ചലം അവർക്ക് കുടിപ്പിക്കപ്പെടുന്നു, മദ്യപാനികൾക്ക്. അല്ലാഹു നമ്മുടെ യുവാക്കൾക്കെല്ലാം അതിൽ നിന്ന് മാറി നിൽക്കാൻ ഭാഗ്യം കൊടുക്കട്ടെ. കഴിഞ്ഞ ആഴ്ച നോമ്പിന്റെ തൊട്ടു മുമ്പ് എന്റെ ഒരു സ്നേഹിതൻ എന്നെ വിളിച്ചു. അപ്പൊ അദ്ദേഹം ഫോണിലൂടെ സംസാരിക്കുമ്പോഴും വോയിസ് കൊടുക്കുകയൊക്കെ ഒരു സൗണ്ടിനൊരു മാറ്റം. അപ്പോ എന്നോട് പറഞ്ഞു, എന്റെ മൂക്കിന് ഒരാൾ ഇടിച്ചു, മൂക്കിനിടിച്ചിട്ട് മൂക്കിന് പരിക്ക് പറ്റി, അതുകൊണ്ട് ഞാൻ മാസ്ക് ഇട്ടിട്ടാണ് പൊരക്കെല്ലാം വിളിക്കല്. ദുബൈയിൽ നിന്നാണ് വിളിക്കുന്നത് കേട്ടോ, മാസ്ക് ഇട്ടിട്ടാണ് ഞാൻ വിളിക്കുന്നത്. അല്ലാഹ്, എന്താ ഞാൻ ചോദിച്ചു, എന്താ ഒരാള് മൂക്കിനിട്ടിടിച്ചത്, എന്താ പ്രശ്നം? അപ്പൊ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, രണ്ട് യുവാക്കൾ മലയാളികളായ അദ്ദേഹത്തിന് പരിചയമുള്ള മുസ്ലിമീങ്ങളായ രണ്ട് ചെറുപ്പക്കാര് ദുബൈയിൽ നിന്ന് മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കി ഇവരുടെ കടയിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയപ്പോൾ അവരെ നേരിടുമ്പോൾ അവരിൽ ഒരാൾ വന്ന് മൂക്കിനിടിച്ചിട്ട് എന്റെ മൂക്ക് തകർന്നുപോയി. ആ ചെറുപ്പക്കാര് മുസ്ലിമീങ്ങളാണ്. നമ്മൾ ചിന്തിക്കണം, എത്രമാത്രം അധപ്പതിച്ചു പോയിരിക്കുകയാണ്. ദുബായില് പോയാൽ നമുക്കറിയാം, നമ്മൾ എപ്പോഴും ദുആ ചെയ്യേണ്ട കാര്യമാണ്. നമ്മുടെ വീടുകളിൽ നിന്ന് പോകുന്ന മക്കളോ ഭർത്താക്കന്മാരോ ആരായാലും
അവരെല്ലാം നല്ല തഖ്വയോടെ ജീവിക്കണേ അല്ലാ എന്ന് ദുആർക്കണം. കാരണം അവിടെയൊക്കെ ഇസ്ലാമിക രാജ്യമെന്ന പേരല്ലാതെ ആർക്കും എന്തിനും അവസരമാണ്. അവിടെ നിന്ന് ആരും കാണുകയില്ല, കേൾക്കുകയില്ല. എല്ലാ തെറ്റിനുമുള്ള അവസരം അവിടെയുണ്ട്. ഓരോ ആളുകൾക്കും സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തെറ്റിലേക്ക് വഴുതിപ്പോകും. ഇരിക്കട്ടെ, അങ്ങനെ ഒരു മദ്യപാനിയായ ഒരാളെ സംബന്ധിച്ച് അയാളിൽ ഉള്ളതാണല്ലോ ആ കുറ്റം. അപ്പൊ ഈ വിഷയം ഇദ്ദേഹം ആളെ പേരും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതേസമയം നമ്മൾ ഒരു മദ്യപാനിയെ സംബന്ധിച്ച് അയാൾ ഇങ്ങനെ എല്ലാ ആളുകളോടും അയാളെ കുറ്റം പറഞ്ഞാൽ അത് ഒരു പക്ഷേ അയാൾ അള്ളാഹുവിനോട് തൗബ ചെയ്ത് അള്ളാഹു ഓർത്തു കൊടുത്താൽ, അയാളെ നമ്മൾ കുറ്റം പറഞ്ഞാൽ അത് അയാൾ പൊരുത്തപ്പെടാതെ അള്ളാഹു പൊരുത്തപ്പെടൂല. ഇത് മദ്യപാനം മാത്രമല്ല, ഏത് കാര്യവുമാകട്ടെ, ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് സ്വഹാബത്ത് ഞാൻ പറയുന്നത് ആ സഹോദരനിൽ ഉണ്ടെങ്കിലും അതേ ഗീബത്ത് തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, കാന ഫീഹി മാ തഖൂൽ, നിങ്ങൾ പറയുന്നത് അവനിൽ ഉണ്ടെങ്കിലാണ്, ഉണ്ടെങ്കിൽ തന്നെ അത് ഗീബത്താണ്. വഇല്ലം യകുൻ ഫീഹി മാ തഖൂൽ ഫഖദ് ബഹത്തഹു, നീ അവനിൽ ഇല്ലാത്ത സംഗതിയാണ് പറയുന്നതെങ്കിൽ, ഒരാൾ ചെയ്യാത്ത കാര്യം അയാൾ ആരോപിക്കുകയാണെങ്കിലോ അത് നീ ഇല്ലാത്ത കളവ് പറയുകയാണ്, അഥവാ ഇല്ലാത്ത കെട്ടിച്ചമച്ച് പറയുകയാണ്. അവിടെ ഗീബത്ത് പറഞ്ഞതിന്റെയും കളവ് പറഞ്ഞതിന്റെയും കുറ്റം നിനക്ക് ലഭിക്കുകയാണ്. അതേ, അതുകൊണ്ട് ഉള്ളതാകട്ടെ ഇല്ലാത്തതാകട്ടെ ഒരാളെ സംബന്ധിച്ചും ഒന്നും പറയണ്ട. നോമ്പ് കാലത്ത് പ്രത്യേകിച്ച് പറയണ്ട. നമ്മുടെ നോമ്പ് അയാൾക്ക് കൊടുക്കേണ്ടി വരും. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോ സുബ്ഹാനല്ലാഹ്, നമ്മളെ നോമ്പ് കാണുന്നില്ല, നമ്മളെ നിസ്കാരം കാണുന്നില്ല, നമ്മുടെ അമലുകളൊന്നും കാണുന്നില്ല, എല്ലാം നീങ്ങിപ്പോയി. നോക്കുമ്പോ എന്താണ് അത്? നമ്മുടെ ഫോൾഡറിൽ നിന്ന് മറ്റൊരാളുടെ ഫോൾഡറിലേക്ക് സെൻഡ് ചെയ്തു പോയി, നമ്മുടേത് നീങ്ങിപ്പോയി. അത് അള്ളാഹു അയാൾക്ക് കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മുടെ തെറ്റുകൾ പുറത്തു തരണമെങ്കിൽ നമ്മൾ തെറ്റുകളോട് ചെയ്ത തെറ്റുകൾ അവരോട് പൊരുത്തപ്പെടിക്കണം. മഹാന്മാരായ സൂഫിയാക്കൾ പറയുകയാണ്, ലൗ ഖുൽത ഇന്ന ഫുലാനൻ സൗബഹു ഖസീർ, നിശ്ചയം ഒരാൾ അഥവാ അയാളുടെ വസ്ത്രം ചെറുതാണ്. ഒരാളെ കുറിച്ച് നമ്മൾ അയാൾ ചെറിയ കുപ്പായിട്ട് പോവാണല്ലോ, അല്ലെങ്കിൽ പറഞ്ഞു ഔ സൗബഹു തവീൽ, അയാൾ വലിയ കുപ്പായിട്ടിട്ടാണല്ലോ അയാൾ പോകുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ തന്നെ യകൂനു ഗീബതൻ, അത് ഗീബത്തായി മാറും എന്ന് സൂഫിയാക്കൾ. എന്നിട്ട് പറയാണ്, ഫൈദാ ദകർത അൻ സിയാബിഹി യകൂനു ഗീബതൻ ഫകൈഫ ഇദാ ദകർത അൻ നഫ്സിഹി, അവന്റെ കുപ്പായത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ അവനത് ഇഷ്ടമില്ല എങ്കിൽ, കുപ്പായത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ തന്നെ ഗീബത്താകുമെങ്കിൽ, ഒരാളെ പറ്റി പറഞ്ഞാൽ പിന്നെ ഗീബത്താകുമെന്ന് പറയേണ്ടതുണ്ടോ? അത്രയും സൂക്ഷ്മതയിൽ ജീവിക്കണം എന്നാണ് ആ മഹാന്മാരായ സൂഫിയാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതിനവർ ഒരു സംഭവം എടുത്ത് ഉദ്ധരിക്കുകയാണ്. അതാ ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹായുടെ ഒരു ചരിത്രം. അതാ ഒരു നീളം കുറഞ്ഞ ഒരു സഹോദരി, ഒരു പെണ്ണ്, ദഖലത്ത് അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവര് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് കടന്നു വന്നു.
അങ്ങനെ കടന്നു വന്നിട്ട് എന്തോ ഒരാവശ്യത്തിന് വന്നതാണ്. അങ്ങനെ പലരും വരുമല്ലോ മസ്അല പഠിക്കാനും, അതുപോലെ മറ്റ് ഖാദിയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിധി പറയാനും പല കാര്യങ്ങൾക്കും സ്ത്രീകൾ അവിടുത്തെ അടുത്ത് വരുമല്ലോ. അങ്ങനെ ഒരു നീളം കുറഞ്ഞ സഹോദരി വന്ന് അവരെ ആവശ്യങ്ങൾ കഴിഞ്ഞവര് പറയേണ്ടത് പറഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹാ അവിടുന്ന് പറഞ്ഞുപോയി, മാ ഖസറഹാ, എന്തൊരു നീളം കുറഞ്ഞ പെണ്ണാണിത്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹായോട് പറയുകയാണ്, ഇഗ്തബത്തഹാ, ആയിഷ നീ ആ പെണ്ണിനെ ഗീബത്ത് പറഞ്ഞിരിക്കുന്നു. ഖാലത്ത് ആയിഷത്തു, ആയിഷ റളിയല്ലാഹു അൻഹാ ചോദിക്കുകയാണ്, നബിയേ, മാ ഖുൽതു ഇല്ലാ മാ ഫീഹാ, അത് ആ പെണ്ണിൽ ഉള്ള ഒരു കാര്യമല്ലേ? അവര് നീളം കുറഞ്ഞു എന്നത് അവരിൽ ഉള്ള ഒരു കാര്യമല്ലേ? അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മോളെ ആയിഷ, ദക്കർതി അഖ്ബഹ മാ ഫീഹാ, അവളിലുള്ള ഒരു മോശമായ സംഗതിയാണ് നീ പറഞ്ഞത്. അതേ, അത് ഗീബത്തു തന്നെ, അത് ഉള്ളതാണെങ്കിലും പറയാൻ പാടില്ല. അപ്പൊ നിങ്ങൾ നോക്കൂ, ഒരാൾക്ക് എന്ത് കുറവുണ്ടെങ്കിലും അത് പറയാൻ നമ്മൾ പോകണ്ട. അവർക്കത് ഇഷ്ടമല്ല എങ്കിൽ ആഖിറത്തിലെത്തുമ്പോൾ നമ്മുടെ അമല് മുഴുവനും അവർക്ക് കൊടുക്കേണ്ടി വരും. ഗീബത്ത് പറഞ്ഞാൽ അവരെ കൊണ്ടത് പൊരുത്തപ്പെടിക്കണം. അത് പൊരുത്തപ്പെടിക്കുമ്പോൾ എങ്ങനെ പൊരുത്തപ്പെടിക്കണം എന്നറിയോ? ഞാൻ നിങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്, നിങ്ങൾ എനിക്ക് പുറത്തു തരണമെന്ന് പറയണം. അത് പറയാൻ പലർക്കും മടിയാണ്. അത് പറഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവുമോ? അതുകൊണ്ട് നമ്മൾ ഏതായാലും ഉംറക്ക് പോകുന്നല്ലേ, ഹജ്ജിന് പോകുന്നല്ലേ, അപ്പൊ ഒരു പൊരുത്തപ്പെടിക്കലങ്ങ് പൊരുത്തപ്പെടിക്കാം. എന്താ, ഞാൻ ഹജ്ജിന് പോവാണ്, ഹജ്ജിന് പാസ്സായിട്ടുണ്ട്, എല്ലാം പൊരുത്തപ്പെടണേ. ഇത് മതിയോ? അത് പോരാ. എന്താണ് നമ്മൾ പറഞ്ഞത്? ആ കാര്യം ഞാൻ ഇങ്ങനെ സംഗതിയൊക്കെ പറഞ്ഞു. കാരണം അത് പൊരുത്തപ്പെടുകയില്ലോ എന്ന് പറയാൻ പറ്റൂല. അല്ലെങ്കിൽ പിന്നെ ഇപ്പുറത്തുള്ള ആള് വലിയ മനസ്സ് വിശാലതയുള്ള ആത്മാർത്ഥമായി അയാൾ തന്നെ പറയും, നീ എന്നെ കുറിച്ച് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പൊരുത്തപ്പെട്ടത്. അങ്ങനെ എല്ലാവരും പറയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും അങ്ങനെയുള്ള ഒരു മനസ്സ് നൽകട്ടെ. അങ്ങനെ നമ്മൾ പൊരുത്തപ്പെട്ടു കൊടുത്താല് നമ്മൾ ചെയ്തു പോയത് അല്ലാഹ് വേഗം പുറത്തു തരുന്ന, അല്ലെ വേറെ ആളെ മനസ്സിൽ അല്ലാഹ് ഇട്ടു കൊടുക്കുന്ന ചില ആളുകളുണ്ട്. എന്താണ്, എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ മരിച്ചാലും പൊരുത്തപ്പെടൂല, ആരെന്ത് പറഞ്ഞാലും ഞാൻ അത് വിട്ടുകൊടുക്കൂല. അതൊന്നും വലിയ നല്ല സ്വഭാവമൊന്നുമല്ല. കാരണം വിട്ടുകൊടുക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും വലിയ സ്വഭാവമാണ്. അത് നമ്മൾ ആ സ്വഭാവമുള്ളവരെ മാറിയാൽ നമ്മളെ എല്ലാ തെറ്റും അല്ലാഹു നമുക്ക് പുറത്തു തരും. റമളാൻ ആ വിട്ടുവീഴ്ചയുടെ മാസമാണ്. എത്ര തെറ്റുകളാണ് അല്ലാഹു പുറത്തു തരുന്നത്. എത്ര ആളുകളെയാണ് അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും തെറ്റുകൾ പുറത്തു തരാൻ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ സൃഷ്ടികളോട് ചെയ്തു പോയത് അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കാതെ അല്ലാഹു പുറത്തു തരൂല. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നു, ബഹുമാനപ്പെട്ട അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, അദാ ലൈലത്തുൽ ഇസ്രാഇന്റെ രാത്രിയിൽ ഒരു ജനതയുടെ അടുത്തുകൂടെ ഞാൻ കടന്നു പോകുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു വിഭാഗം ആളുകളുടെ അടുത്തുകൂടെ
അടുക്കലൂടെ ഞാൻ നടന്നു പോകുമ്പോൾ അവരുടെ ശരീരത്തിൽ നിന്നുള്ള മാംസം പിടിച്ച് വലിച്ച് അവര് തന്നെ തിന്നുകയാണ്. അവരോട് മലക്കുകൾ പറയുന്നു, കുലൂ മാ കുന്തും തഅകുലൂന മിൻ ലുഹൂമി ഇഖ്വാനികും, നിങ്ങൾ നിങ്ങളെ മാംസം തിന്നോളൂ. കാരണം നിങ്ങളെ സഹോദരങ്ങളുടെ മാംസം നിങ്ങൾ എത്രയാണ് ഭക്ഷിച്ചത്? ദുനിയാവിൽ വെച്ച് മറ്റൊരാളുടെ പച്ചമാംസം ഭക്ഷിച്ചില്ലേ? അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മാംസം പിടിച്ച് വറിച്ച് തിന്നോളൂ. ഈ രംഗം കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫഖുൽതു യാ ജിബ്രീൽ മൻ ഹൗലാ, ഓ ജിബ്രീലേ, ഇതേതാണ് ഈ ഖൗമ്, ഏതാണ് ഈ വിഭാഗം? അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, ഹൗലാഇ മിൻ ഉമ്മതിക അൽ ഹമ്മാസൂൻ അൽ ലമ്മാസൂൻ. ഓ നബിയേ, അവര് നിങ്ങളെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. അവര് മറ്റൊരാളുടെ പച്ചമാംസം ഭക്ഷിക്കുന്ന, ഗീബത്ത് പറഞ്ഞു നടക്കുന്ന, വേറെ ആൾക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞു നടക്കുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് പരലോകത്ത് നരകത്തിൽ അവർക്കുള്ള ശിക്ഷ, അവര് സ്വന്തം ശരീരത്തിലെ ഭാഗങ്ങളിൽ നിന്ന് മാംസം പിടിച്ച് പറിച്ച് അവര് തന്നെ അത് തിന്നുകയാണ് നബിയേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഈ റമദാൻ മാസത്തിൽ എന്നല്ല എല്ലായ്പ്പോഴും നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാവിനെ അംസിക് അലൈക, അതുകൊണ്ട് അങ്ങനെ പ്രയോഗിച്ച് പിടിച്ചു വെക്കണം. നമ്മൾ അറിയാതെ ചിലപ്പോ പറഞ്ഞു പോകും, അറിയാതെ പറഞ്ഞു പോകും. ഒരാളെ കുറിച്ചും ഒന്നും നമ്മൾ പറയണ്ട, നമ്മൾ കുടുങ്ങിപ്പോകും. അവരിലുള്ളതും പറയണ്ട, ഇല്ലാത്തത് തീരെ പറയാൻ പാടില്ല. കളവ് നമുക്ക് പറയാൻ പറ്റില്ല. എത്ര ആളുകൾ നമുക്കിടയിലുണ്ട് ഒരാളെ കുറിച്ചും ഒന്നും പറയാത്ത എത്ര ആളുകൾ. സുബ്ഹാനല്ലാഹ്, എന്റെ കൂടെ മർക്കസിൽ പഠിച്ച ഒരു സ്നേഹിതൻ ഒരു ദിവസം കർണാടകയുടെ അങ്ങ് മൈസൂരിനടുത്ത് ഒരു സ്നേഹിതന്റെ നിക്കാഹിന് പോകണം. ഞങ്ങൾ മർക്കസിൽ പഠിക്കുന്ന സമയമാണ്. അപ്പോ റൂമിൽ ഇങ്ങനെ പല ചർച്ചകളും നടക്കുകയാണ്. എങ്ങനെ പോകും, ട്രാവലർ പിടിക്കാം, അല്ല ജീപ്പ് പിടിക്കാം, അല്ല ഇന്നോവ വാടക എടുക്കാം. അങ്ങനെ പല ചർച്ചകൾ നടക്കുമ്പോ ഞാൻ വെറുതെ തമാശക്ക് ഇങ്ങനെ ആ ചർച്ചയുടെ ഇടയ്ക്ക് പറഞ്ഞു, അന്റെ ഒക്കെ സ്കൂട്ടറുമ്മല് പോരെ നാരായണ. മൈസൂരിന്റെ അടുത്ത് തന്നെ ഇവിടുന്ന് മർക്കസ് നിന്ന് പോവാണെങ്കിൽ 250 കിലോമീറ്റർ ഉണ്ടാവും. അപ്പൊ ആരും അത് ഗൗനിച്ചില്ല, എല്ലാരും തള്ളിക്കളഞ്ഞ, ആരും പോവാൻ നിൽക്കൂല, അത്രയും ലോങ് ആണ്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് വൈകുന്നേരം, ഈ ചർച്ചയൊക്കെ രാവിലെ, വൈകുന്നേരം ഈ എന്റെ സ്നേഹിതനായ ഫാറൂഖ് ഉസ്താദ്, ഓരോ പേര് പറഞ്ഞുകൊണ്ട് ഗീബത്തായി പോലും, ഓരോ നല്ല കാര്യമാണ്, അവർക്ക് ഇഷ്ടമുണ്ടാവും. ഫാറൂഖ് ഉസ്താദ് എന്നോട് ചോദിച്ചു, നിങ്ങൾ സ്കൂട്ടറും ബൈക്കിൽ പോകാന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞത് തന്നെയാണോ? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വരാൻ തന്നെ സ്കൂട്ടറും മൈസൂരിന്റെ അടുത്ത് വരെ പോവാൻ. ഞാൻ പറഞ്ഞു തമാശക്ക് പറഞ്ഞതാണ്. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ കാര്യത്തിലാ പറയുന്നത്, ഞമ്മക്ക് രണ്ടാക്കും ബൈക്കും പോവാ. അല്ലാഹ്,
ഞാൻ കുടുങ്ങിയല്ലോ. അവരുടെ ബൈക്കുമ്മൽ ഇത്രയും ദൂരം നമ്മള് പോകും, അത് ഏലുകേടല്ലേ, അതൊന്നും പ്രശ്നമില്ല, എണ്ണ ഞാൻ അടിച്ചു തരും, ഞാനും ഓടിക്കും, ഇനി നിങ്ങളും ഓടിക്കും, അങ്ങനെ നമുക്ക് രണ്ടാക്കും പോവാം. അപ്പൊ ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോ അയാൾ എന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞു, നമ്മളിങ്ങനെ വണ്ടിയിൽ പോയാല്, വണ്ടിയിൽ കയറിയിട്ട് യാത്ര പോയാല് ഒരാള് വേറെ ആളെ കുറിച്ച് കുറ്റം പറയും, അപ്പൊ അത് കേൾക്കണം, മറ്റാളെ കുറ്റം പറയും, ഇങ്ങനെ ഒരുപാട് ഗീബത്തും നമീമത്തും കേട്ടിട്ട് പോണ്ടി വരും. നമ്മൾ ബൈക്കുമ്മലാകുമ്പോ നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോ ഞാനക്ക് പറയാലോ, മിണ്ടർ അത് പറയണ്ട, അല്ല ഞാൻ എന്താ പറയും നിങ്ങൾക്കും പറയാം, നമ്മൾ രണ്ടാളേ ഉള്ളൂ, അത് ഞാനങ്ങ് പറഞ്ഞോളൂ. ഇതെനക്കൊരു വ്യത്യസ്തമായ ഒരു അനുഭവമായി. കാരണം അത്രയും സൂക്ഷ്മതയുള്ള ഒരാള് നമ്മുടെ ഇടയിൽ, അയാൾ ബൈക്കിൽ ഇത്രയും ദൂരം പോകാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കാര്യത്തെ ഭയന്നുകൊണ്ടാണ്. ട്രാവലർ പിടിച്ചാലും മറ്റു കാറ് പിടിച്ചാലും ഒക്കെ 5 or 6 ആള് അല്ലെങ്കിൽ 10 or 14 ആള് പോകുമ്പോ വേറെ ആളെ കുറ്റവും കുറവൊക്കെ പറഞ്ഞു പോകും അറിയാതെ, അത് നമ്മൾ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ബൈക്കിൽ പോകാം. ഞാൻ ഇത് പറഞ്ഞു കേട്ടപ്പോ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രി തന്നെ മർക്കസിൽ നിന്ന് പിറ്റേന്ന് രാവിലെയാണ് നിക്കാഹ്, വ്യാഴാഴ്ച. അന്ന് രാത്രി എനിക്കൊരു ബുറുദ പരിപാടി കുറ്റ്യാടി ഭാഗത്തുണ്ട്. ആ പരിപാടിക്ക് പോകാൻ വേണ്ടി മർക്കസിൽ നിന്ന് ബസ്സിലേക്ക് പോരുമ്പോ ഞാൻ അയാളെയും കൂടെ കൂട്ടി. അവിടെയും ഒരു രസമുണ്ട്, അയാളെ സൂക്ഷ്മതയുടെ ഒരു രസം വേറെയും. അങ്ങനെ ആ കല്യാണ വീട്ടിലാണ് ബുറുദ. അവിടെ മറ്റുള്ള കുട്ടികളെയും ഒക്കെ കൂട്ടി ബുറുദയെല്ലാം അവതരിപ്പിച്ച് കഴിഞ്ഞു നോക്കുമ്പോ ഇയാള് കാണില്ല. നമ്മളെ കൂടെ അങ്ങ് കയറി കല്യാണ വീട്ടിലേക്ക് കയറിയതാണ്. പിന്നെ പരിപാടി കഴിഞ്ഞു നോക്കുമ്പോ ഇയാളെ ഫോണും ഇല്ല എന്നാണ് എന്റെ ഓർമ്മ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാന്ന് അയാളെ കാണില്ല, സമയം ലേറ്റായി, എല്ലാം കൂടി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് റോഡിൽ വന്ന് നമ്മളെ വണ്ടിയുടെ അടുത്ത് വന്ന് നോക്കുമ്പോ അയാൾ അവിടെ വണ്ടിയുടെ അടുത്ത് നിന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചല്ല, നിങ്ങൾക്ക് ഭക്ഷണം? ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മള് രണ്ടാളും ഒരുമിച്ച് വന്നതാണ്. കോഴിക്കോടുന്നോ അല്ലെങ്കിൽ കുറ്റ്യാടിന്നോ ഇറങ്ങിയിട്ട് ചായ നമ്മൾ കുടിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചാണ് ഓര് പറഞ്ഞത്, അല്ലാതെ ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ച് ഇവിടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ തിരിച്ചിങ്ങ് പോരുമ്പോ ഞാൻ ചോദിച്ചു, ശരിക്കും നമ്മൾ കുറെ നിങ്ങൾ ആദ്യം നിങ്ങളെ ക്ഷണിച്ചിട്ട് ഭക്ഷണം കഴിച്ചത്? അയാൾ പറഞ്ഞു, ഈ കല്യാണം എന്നെ ക്ഷണിക്കാത്ത കല്യാണമാണ്, നിങ്ങളോ ബുറുദക്ക് ക്ഷണിച്ചിട്ട് വന്നതാണ്, ഞാൻ ബുറുദ പാടുന്ന ആളുമല്ല. അപ്പൊ നിങ്ങൾക്കാണ് ഈ കല്യാണത്തിന് തരുന്ന ഭക്ഷണം കഴിക്കാൻ അർഹതയുള്ളത്, എനിക്ക് അർഹതയില്ല. കാരണം എന്നെ ക്ഷണിച്ചിട്ട് ഞാൻ വന്നതല്ല, നിങ്ങളെ കൂടെ വന്നതാണ്. ഞാൻ പറഞ്ഞ കല്യാണ പുരക്കാരന് ഒരു വിഷമം ഉണ്ടാവില്ല, അയാൾക്ക് ഇഷ്ടം അന്നല്ല, ക്ഷണിച്ചാൽ മാത്രമേ നമ്മൾ പോകാവൂ, ഭക്ഷണം കഴിക്കാവൂ, അല്ലെങ്കിൽ ആ ഭക്ഷണം ഹറാമായി പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നോക്കണം, എന്റെ അതേ പ്രായമുള്ള നമ്മുടെ കൂടെ ജീവിച്ച ഒരു മനുഷ്യന്റെ, ഒരു ഉസ്താദിന്റെ വിഷയമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ രാത്രി ഞങ്ങൾ എന്റെ വീട്ടിൽ പോയി അവിടെ താമസിച്ചു. വീട്ടിൽ പോയപ്പോ രാത്രി ഉറങ്ങാൻ പോകുമ്പോ എന്നോട് പറഞ്ഞു, ഗ്രിൽസിന്റെ താക്കോല് എവിടെയാ വെക്കല് നിന്ന് കാണിച്ചു തരണം. ഞാൻ ഇതാ ഈ ആണീന്റെ മുകളിൽ ഉണ്ടാവും ഗ്രിൽസിന്റെ താക്കോല്. എന്തിനാന്ന് അല്ലാഹു അഅലം. രാത്രി ഞങ്ങൾ രണ്ടാളും ഒരു റൂമിൽ ഉറങ്ങിയതാണ്. രാവിലെ സുബഹിക്ക് എന്നെ അയാൾ വിളിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നല്ല പള്ളിയിലിട്ട് തലകെട്ടലും കെട്ടിയിട്ട് ഇങ്ങനെ കുത്തിരിക്കുന്നത്. ഞാൻ ചിങ്ങൾ ഉറങ്ങിയിട്ടില്ല. ഇല്ല, അല്ല ഉറങ്ങി, കുറച്ചേരം ഉറങ്ങി. പിന്നെ ഞാൻ ഗിൽസിന്റെ താക്കോൽ പറഞ്ഞല്ലോ, അത് ഗിൽസ് തുറന്ന് ഗിൽസ് പൂട്ടിയിട്ട്, എന്റെ പുരേന്റെ അടുത്ത് തന്നെയാണല്ലോ പള്ളിയിൽ പോയി ദീർഘനേരം നിസ്കരിച്ച് ഖുർആൻ ഓതി ലാസ്റ്റ് തിരിച്ചു വന്നിട്ട് ഉള്ളിൽ കയറിയിട്ട് എന്നെ വിളിച്ചതാണ്. മർക്കസും അതേപോലെ തന്നെയാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് ബറക്കത്ത് ചെയ്യട്ടെ. അങ്ങനെയുള്ള സൂക്ഷ്മതയുള്ള ആൾ. അങ്ങനെ രാവിലെ ഞങ്ങൾ ബൈക്കിൽ ആ സ്ഥലത്ത്, കുശാൽ നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് ബൈക്കിൽ പോയി തിരിച്ച് ഞാൻ അയാളെ തലശ്ശേരി റെയിൽവേയിലേക്ക് ആക്കി കൊടുത്തു. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ സൂക്ഷ്മതയോടെ ജീവിക്കാൻ ഈ കാലഘട്ടത്തിലും കഴിയും.
ഈ കാലഘട്ടത്തിലും കഴിയും. നമ്മൾ വിചാരിക്കുന്ന അതൊന്നും ഇപ്പൊ നടക്കൂല. അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ പേടിയുള്ള ആളുകൾക്ക് എല്ലാം കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മളോട് പറഞ്ഞത് ഫസ്തഖിം കമാ ഉമിർത, നിന്നോട് കൽപ്പിക്കപ്പെട്ടത് എന്താണോ അത് കൃത്യമായി നിർവഹിച്ച് നീ നേരായ വഴിയിലൂടെ സഞ്ചരിച്ചോ, വഴികേടിലായി പോകണ്ട. അപ്പോൾ അത്തരം നല്ല മനുഷ്യന്മാർ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. ഇത് അല്ലാഹു കൽപ്പിച്ചതല്ലല്ലോ, ഇത് ഞാൻ പറയേണ്ടതല്ല. ഒരാളെ പറ്റി ഗീബത്ത് പറയുമ്പോ ഇത് എന്നോട് അല്ലാഹു കൽപ്പിച്ചതല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇത് പറയണ്ട. ആ സമയത്ത് വേറെ കുറച്ച് ദിക്റുകൾ ചൊല്ലാം. അങ്ങനെ ചിന്തിച്ചിട്ട് അതിൽ നിന്ന് പിന്മാറാൻ നമുക്ക് കഴിയണം. റമളാനിലെ നോമ്പ് ഏറ്റവും കൂടുതൽ ഇല്ലാതാക്കി കളയുന്ന ഒരാൾ നമ്മുടെ നാവ് തന്നെയാണ്. മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, നിന്റെ നാവിനെ നീ പിടിച്ചു വെക്കുക. എത്ര നോമ്പുകാരാണ് അവരുടെ നോമ്പ് രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചു എന്നതല്ലാതെ മറ്റൊന്നും അവർക്കില്ല. കാരണം അവര് ഗീബത്ത് പറയുന്നത് നിർത്തിയില്ല. അത് ഫോണിലൂടെ പറഞ്ഞാലും ടെക്സ്റ്റ് മെസ്സേജിലൂടെ എഴുതി അറിയിച്ചാലും ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയുമ്പോൾ അത് കടുത്ത തെറ്റാണ്. നിങ്ങൾക്ക് കേൾക്കണോ? മഹാനായ ഇമാം സമർഖന്ദി റളിയല്ലാഹു അൻഹു അവിടുന്ന് ഉദ്ധരിക്കുകയാണ് ഒരു സംഭവം. കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മൻസിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലാണ്. വ അസ്ഹാബുഹു ഫിൽ മസ്ജിദി മിൻ അഹ്ലി സുഫാ, അവർ സഹാബികൾ, മുത്തുനബിയുടെ സഹാബികൾ പള്ളിയിലാണ്, അഥവാ അഹ്ലുസ് സുഫ, ദർസിലെ മുതഅല്ലിമീങ്ങൾ. അന്നത്തെ ദർസിന്റെ പേരാണ് അഹ്ലുസ് സുഫ എന്ന്. അവര് പള്ളിയിലാണ്. അതിന്റെ പാരമ്പര്യമാണ് നമ്മൾ ഇന്നും ഇവിടെയും ദർസ് നടത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അന്ന് മദീനത്തെ പള്ളിയിൽ ആരംഭിച്ച ദർസ് അഹ്ലുസ് സുഫ എന്നാണ് അതിന്റെ പേര്. നമ്മളും ഇവിടെ 2015 പള്ളിയിലാണല്ലോ നമ്മൾ ദർസ് ആരംഭിച്ചത്. മഹാനായ സുൽത്താനുൽ ഉലമ ശൈഖുന AP ഉസ്താദ് തുടങ്ങി തന്നത് 2015 മെയ് 15 എന്ന് ഞാൻ ഓർമ്മിക്കുന്നു. മെയ് 13 പള്ളി ഉദ്ഘാടനം, 14 ബുർദ മജ്ലിസ്, 15 ദർസ് ഉദ്ഘാടനം. നമ്മുടെ പള്ളിയിലാണ് നമ്മൾ തുടങ്ങിയത്. പിന്നെ പള്ളിയിൽ രണ്ടാമത്തെ വർഷം ആകുമ്പോൾ മുതഅല്ലിമീങ്ങൾ കൂടി സൗകര്യമില്ല, താമസിക്കാനും കുളിക്കാനും ബാത്റൂമിൽ പോകാനും ഒന്നും സൗകര്യമില്ലാത്ത അവസ്ഥ വന്നപ്പോഴാണ് അല്ലാഹുവിന്റെ മഹനീയമായ അനുഗ്രഹം കൊണ്ട് ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി ഈ സ്ഥലം നമുക്ക് വാങ്ങാൻ കഴിഞ്ഞതും ഇവിടെ നമുക്ക് ബിൽഡിംഗ് എടുക്കാൻ കഴിഞ്ഞതും അൽഹംദുലില്ലാഹ്. 9 വർഷം നമ്മൾ പൂർത്തീകരിക്കുകയാണ്. കുഞ്ഞോളാജിക്കാനെ കണ്ടേരായി ദർസിന്റെ കാര്യം ഓർമ്മ. കാരണം ഓരോ ഊണിലും ഉറക്കിലും അത് തന്നെയാണ് ഉറച്ചി. അൽഹംദുലില്ലാഹ്. പിന്നെ നമ്മൾ കാന്റീൻ സൗകര്യമില്ലാതെ പ്രയാസപ്പെട്ടു. അപ്പോഴാണ് ഇപ്പുറത്ത് ഒരു കാന്റീൻ എടുക്കാൻ ആരംഭിച്ചത്. നിങ്ങൾ ഇടത്തോട്ട് നോക്കിയാൽ കാണാം, 8 മാസമായി പണി നിന്നുപോയ ആ നിശ്ചലമായ ബിൽഡിംഗ് നമ്മൾ നോക്കിയിട്ട് ഇതെന്താ എന്നെ ഒന്ന് പരിഗണിക്കാത്ത എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും, ക്ഷമിക്ക് പൈസ വന്നാൽ ചെയ്യും, കടം വാങ്ങിയിട്ട് ചെയ്യൂല എന്ന് പറയും. അല്ലാഹു അതിനുള്ള വഴികൾ എളുപ്പമാക്കി തരട്ടെ. അൽഹംദുലില്ലാഹ്. അതിന്റെ ബാക്കി ഭാഗങ്ങൾ തേപ്പ് നടത്താൻ, മുഴുവനായും ബാക്കിയുള്ള ഭാഗങ്ങൾ തേപ്പ് നടത്താൻ ഒരു സഹോദരൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, അവർക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അവരുടെ മാതാപിതാക്കൾ രോഗികളാണ്. റഹ്മാനായ റബ്ബേ, അവർക്ക് നീ റാഹത്ത് നൽകണേ അല്ലാഹ്. അതുപോലെ
ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളും ദേവർഷോല ഉസ്താദ് ഇവിടെ വന്നപ്പോൾ അതിന്റെ മുകളിൽ ഷീറ്റ് ഇടാൻ വേണ്ടിയിട്ട് സഹായം അഭ്യർത്ഥിച്ചപ്പോൾ ഏറ്റെടുത്തവരുണ്ട്, പലരും നൽകിയിട്ടുണ്ട്, നൽകാനുള്ളവരുമുണ്ട്. അവർക്കെല്ലാം അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെയുള്ള സംഖ്യകളും അതുപോലെ തന്നെ മറ്റു രൂപത്തിലും ഇപ്പോൾ നമുക്ക് റമദാനിൽ ദർസിലെ ഓരോ മുതഅല്ലിമീങ്ങളുടെയും ദർസിലെ മുതഅല്ലിമീങ്ങളുടെ ഓരോ ദിവസത്തെയും ചെലവിന് വേണ്ടിയിട്ടുള്ള 6000 രൂപ കളക്ട് ചെയ്യുന്ന തിരക്കിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ അതിന്റെ മുകളിൽ കളിക്കാൻ കഴിയൂല. എന്നാലും അല്ലാഹു നമ്മൾ അറിയാത്ത മാർഗത്തിലൂടെ അത് നമുക്ക് ചെയ്തു തരട്ടെ. അപ്പൊ ആ ദർസ് നിലനിർത്തുക എന്നുള്ളത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. അല്ലാഹു അതിന് നമുക്കും നമ്മുടെ തലമുറക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്നാൽ നമ്മൾ ഖബറിൽ കടന്നാലും നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അല്ലെ. പണ്ടപ്പോ ഒരു 50,000 രൂപ ഖത്തറിൽ ഒരാളെടുത്ത് കൊടുത്തതാണ് ഒരു ബിസിനസ്സിൽ ഇടാൻ. കൊടുത്ത് തന്നെ മറന്നുപോയില്ല. എന്നാൽ ഇപ്പം വരുന്നുണ്ട് 10,000 രൂപ 20,000 രൂപ മാസത്തിൽ എന്ന് നമ്മൾ വിചാരിച്ചാല് എന്തൊരു സന്തോഷം ഉണ്ടാവും. ലാഭം അതിന്റെ മേൽ ലാഭം അതിന്റെ മേൽ ലാഭമൊക്കെ കിട്ടിയിട്ട് 50,000 രൂപ വേണ്ടപ്പോ കൊടുത്തതാ. എന്നാൽ ഇപ്പം വരുന്നുണ്ട്. ചില ആൾക്കാരെല്ലാം പറയും ഇപ്പം വരുന്നുണ്ട് കുറച്ച് അല്ലെ. ഇതുപോലെ നാളെ ഖബറിൽ കിടക്കുമ്പോ പണ്ട് ഞാൻ സഹായിച്ചിട്ടുണ്ട്, ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, വെള്ളം കൊടുത്തിട്ടുണ്ട്, സഹായം നൽകിയിട്ടുണ്ട്. അതിന്റെ ഫലം ഖബറിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഖിയാമത്ത് നാൾ വരെ നമ്മുടെ മക്കളും മക്കളെ മക്കളും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് വലിയ വിഷയമാണ്. അതിലേക്ക് നമ്മളെ വിഷയത്തിൽ നിന്ന് മാറിപ്പോകും. ഈ അഹ്ലുസ് സുഫയിൽപ്പെട്ട മഹാന്മാരായ സഹാബത്ത് അവര് പള്ളിയിലുണ്ട്. അവര് അന്നത്തെ ദർസിലെ മുതഅല്ലിമീങ്ങളാണ്. അവരെന്താ അവരിങ്ങനെ പഠിക്കുകയാണ്. وزيد بن ثابت يحدثهم بما سمع من النبي صلى الله عليه وسلم من الأحاديث. മഹാനായ സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി അവർക്ക് കൂടെയുള്ള മറ്റുള്ള മുതഅല്ലിമീങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു. ഇതിനിടയിൽ റസൂലുള്ളാഹിന്റെ പള്ളിയും പുരയും അടുത്തടുത്താണല്ലോ മദീനത്ത്. ഇതിനിടയിൽ ഒരു കാഴ്ച എന്താണ്? ഫഉതിയൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലഹ്മിൻ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതാ ഒരാൾ മാംസം കൊണ്ടുപോയി കൊടുക്കുന്നു. ഭക്ഷണത്തിന് മാംസം കൊടുക്കുന്നു. അപ്പൊ മറ്റു മുതഅല്ലിമീങ്ങൾ സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആണല്ലോ അവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നത്. ആ സമയത്ത് സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് മറ്റു മുതഅല്ലിമീങ്ങൾ പറയുകയാണ്, നിങ്ങൾ റസൂലുള്ളാഹിന്റെ അടുത്ത് പോയിട്ട് ഒന്ന് പറയണം, ഇന്നാ ലം നഅകുൽ അൽ-ലഹ്മ മുൻദു കദാ വകദാ. ഞങ്ങൾ ഇതുപോലെ ഒന്ന് ഇറച്ചി കഴിച്ചിട്ട് മാംസം കഴിച്ചിട്ട് കുറേ ആയി ഞങ്ങൾ മാംസം കഴിച്ചിട്ടെന്ന് നിങ്ങൾ ഒന്ന് പോയിട്ട് പറയണം. പറഞ്ഞാൽ എന്താ? ലികൈ യബഅസ ഇലൈനാ ബിശൈഇൻ മിൻ ദാലികൽ ലഹ്മി. ആ മാംസത്തിൽ നിന്ന് അഥവാ കുറച്ച് ഞമ്മക്കിങ്ങ് തന്നാൽ നമുക്കത് ഭക്ഷിക്കാമല്ലോ. കാരണം അന്ന് അത്രയും കഷ്ടപ്പാടാണ്, ഭക്ഷണത്തിന് വിഷമമുള്ള സമയമാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അതാ ഒരു നേരം മാത്രമോ അല്ലെങ്കിൽ വല്ലാത്ത പ്രയാസത്തിലാണ് അവരുള്ളത്. ഇന്നത്തെ പോലെയല്ല. ഇന്ന് നമുക്കൊക്കെ വിഭവ സമൃദ്ധമായ വിശാലമായ ഭക്ഷണമാണ്. നമ്മൾ നോമ്പ് തുറന്റെ ഇപ്പം കുറച്ചതാ. കുറച്ചു മുമ്പല്ലോ പൊറാട്ടയും പിന്നെ നെയ്പത്തിലും മറ്റു പല വിഭവങ്ങളും നമ്മള് കുറച്ചതാ. ഇപ്പൊ ചെറിയ ചായക്കടി മാത്രം ആക്കിയതാ. എന്നാലും എനിക്ക് തോന്നുന്നത് 2,500 രൂപ 3,000 രൂപന്റെ അടുത്ത് വരുന്നുണ്ട്. ഫ്രൂട്ട്സും നോമ്പ് തുറക്ക്, നമ്മളെ പള്ളിയിൽ നോമ്പ് തുറക്കില്ലേ. അപ്പൊ അത് നോമ്പ് തുറപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മിസ്ബാഹി ഉസ്താദുമായിട്ട് ബന്ധപ്പെടാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന് നമുക്ക് എല്ലാവർക്കും വിഭവ സമൃദ്ധമായ വിശാലമായ ഭക്ഷണമാണ്. കുട്ടികളോട് തിന്നോ 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 എന്ന് പറഞ്ഞാലും വേണ്ട വേണ്ട. പണ്ട് അങ്ങനെയല്ലല്ലോ.
എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ അനുഭവം. അങ്ങ് താമരശ്ശേരി ഭാഗത്തുള്ള അയാള് നാട്ടിൽ നിന്ന് വന്നപ്പോ ഒരു സംഭവം പറഞ്ഞു. എന്താ അത്? ഉമ്മാമ പൊൽച്ചക്ക് എണീച്ചിട്ട് കരഞ്ഞ കഥ. യൂനിസ് എന്ന് പറയുന്ന സ്നേഹിതനാണ് അയാൾ. ഗൾഫിൽ നിന്ന് ആക്സിഡന്റ് ആയിട്ട് അത്യാസന്ന നിലയിൽ രക്ഷപ്പെട്ട് നാട്ടിൽ വന്നിപ്പോ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് ഇങ്ങനെ കൃത്യമായ രൂപത്തിലേക്ക് വന്നിട്ടില്ല. അള്ളാഹു പരിപൂർണ ശിഫ കൊടുക്കട്ടെ. അയാള് പറഞ്ഞ അനുഭവമാണ്. അയാളെ ഉമ്മാമ പൊൽച്ചക്കണീച്ചിട്ട് കരഞ്ഞത്. എന്താ പൊൽച്ചക്കണീച്ചിട്ട് കരയാൻ കാരണം? ഉമ്മാമാനെ ഉറുമ്പ് കടിച്ചു. എന്താ ഉമ്മാമാനെ ഉറുമ്പ് കടിച്ചിട്ട്? അങ്ങനത്തെ ഉറുമ്പ് അതെന്താന്ന് വെച്ചാല് ഉമ്മാമ പൊരേക്കൂടലിന് പോയാല് ആണുങ്ങളെ ഭാഗത്ത് വെറും ചായ മാത്രമേ ഉണ്ടാവും. ഇപ്പം മറ്റേ നമ്മളെ ട്രെയിനിലെ വടന്റെ ഉഴുന്നുവടയും ചായയൊക്കെ ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. വൈകുന്നേരം കാര്യക്കുമ്പോ ഉഴുന്നുവടയും ചായ ഇപ്പൊ അടുത്ത് തുടങ്ങിയ നല്ല കാര്യം തന്നെയാണ്. നമുക്ക് കടി കിട്ടില്ല. പണ്ട് അങ്ങനെയല്ല. പണ്ട് നമ്മള് പൊരേക്കൂടലിനും മംഗലത്തിനും പോയാല് ചായന്റെ സമയത്ത് പോയാല് ഞമ്മക്ക് ആണുങ്ങൾക്ക് വെറും കാലി ചായ മാത്രം. പെണ്ണുങ്ങന്മാർക്ക് കിണ്ണത്തപ്പോ, അലുവ, പിന്നെ പെട്ടിയാപ്പോ ഇതെല്ലാം ഉണ്ടാവും. പെണ്ണുങ്ങന്മാരുടെ ഭാഗത്തുണ്ടാവും. ഇത് ഞാൻ പറയുന്നത് നമ്മള് പണ്ട് ഉമ്മാന്റെ എല്ലാം കൂടെ ചെറുപ്പത്തിൽ പോകുമ്പോ നമുക്ക് അങ്ങോട്ടേക്ക് വിസ കിട്ടുമല്ലോ പെണ്ണുങ്ങളെ ഭാഗത്തേക്ക്. അന്ന് പെണ്ണുങ്ങളെ ഭാഗത്ത് ഇതെല്ലാം ഉണ്ടാവും. ആണുങ്ങൾക്ക് ഉണ്ടാവൂല. അമീന് നോമ്പ് പറഞ്ഞു ചായക്കടി പറയണ. അപ്പോ ഇങ്ങനെ ഉമ്മാമ എന്ത് ചെയ്തു? ഒരു പൊരേക്കൂടലിന് പോയതാ ഇവന്റെ ഉമ്മാമ. ആ പൊരേക്കൂടലിന് പോയ ഉമ്മാമ ഈ അലുവ കണ്ടപ്പോ ആ അലുവ പ്ലേറ്റിൽ എടുത്ത് ഓർക്ക് തിന്നാൻ കൊടുത്ത അലുവ എന്ത് ചെയ്ത് മെല്ലനെ കോന്തലക്കലാടെ കെട്ടിവെച്ച്. ഈ അലുവ പൊരേ പോയിട്ട് മക്കൾക്ക് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് കെട്ടിവെച്ചതാ. ഉമ്മാമ പൊരക്കെത്തിയിട്ട് അലുവ എടുത്തു കൊടുക്കാൻ മറന്നുപോയി. ഉമ്മാമ ഉറങ്ങിപ്പോയി. അങ്ങനെ ഈ അലുവയിൽ മൊത്തം എറുമ്പ് വന്നിട്ട് ഉമ്മാമാനെ എറുമ്പ് കടിച്ചിട്ട് ഉമ്മാമ കരഞ്ഞു. ഉമ്മാമ പൊറച്ചക്ക് അറ്റാച്ച് കരമി നമ്മൾ നോക്കി. അങ്ങനെ ഒന്നും തിരിയുന്നില്ല. ലാസ്റ്റാണ് കോന്തലേന്റെ അടുത്ത് എറുമ്പിനെ കണ്ടപ്പോ കഴിച്ചു നോക്കുമ്പോ ഉമ്മാമാനെ എറുമ്പ് പൊതിഞ്ഞിട്ടുണ്ട്. അധിക കാലമൊന്നും ആയിട്ടില്ല. സാമ്പത്തിക ശേഷിയില്ലാത്ത പാവപ്പെട്ട കുടുംബത്തിലെ ആളുകള് ആ ഒരു മധുരം മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. നമ്മൾ ചിന്തിക്കണം. ഇന്ന് അങ്ങനെ ഊഹിക്കാൻ പോലും പറ്റൂല. ഇന്ന് അലുവ വേണം. ഒരു കിലോ അലുവ അജ്മലിനൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. അലുവ പൊരക്കത്തി തിന്നോ എന്ന് പറഞ്ഞാലും കുട്ടികൾ വേണ്ട അല്ലേ? അങ്ങനത്തെ ഭക്ഷണം ഇന്ന് നമുക്കുണ്ട്. എങ്ങനെയാ കിട്ടിയെന്നറിയോ? പണ്ടത്തെ നമ്മുടെ ഉമ്മമാര് ഉപ്പാപ്പമാര് ഗൾഫ് ആരംഭിക്കുന്നതിന്റെ മുമ്പ് വളരെ കഷ്ടപ്പെട്ട് മക്കളെ പോറ്റി വളർത്തിയ ആ പാവങ്ങൾ നിസ്കാരപ്പായിലിരുന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തതാണ്. ഈ ദാരിദ്ര്യം ഞങ്ങളെ മക്കൾക്ക് നൽകരുതേ, ഈ ദാരിദ്ര്യം ഞങ്ങളെ മക്കൾക്ക് നൽകരുതേ എന്ന് ദുആ ചെയ്തു. അന്ന് ആ ദുആ ചെയ്ത ആ ഉപ്പാപ്പമാർക്ക് ഒരു ഫാത്തിഹ ഓതാൻ നമുക്ക് നേരമില്ല. അവരെ ഖബറിന്റെ അടുത്ത് പോകാൻ നമുക്ക് മക്കൾക്ക് നേരമില്ല. ബറാഅത്തിന്റെ അന്ന് പോലും ഒന്ന് പോകാൻ പറഞ്ഞാല് എനിക്ക് വേറെ പോകാനുണ്ടെന്നല്ലേ പറയുന്നത്. അവരന്ന് ദുആ ചെയ്തതുകൊണ്ടാണ് ഇന്ന് അതാ ബൈക്കിൽ ഓടാൻ കഴിഞ്ഞത്. ഇന്ന് നമുക്ക് ദാരിദ്ര്യമില്ലാത്തത് ആ പാവങ്ങളുടെ പ്രാർത്ഥനയാണെന്ന് ഓർമ്മിച്ച് അവരെ ഖബറിന്റെ അടുത്ത് പോയിട്ടൊന്ന് യാസീൻ ഓതാൻ നമ്മളെ മക്കളോട് നമ്മൾ പറയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ.
നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പൊ ആ പാവങ്ങളായ സ്വഹാബികള് അവര് സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ ചട്ടം കൂട്ടിയിട്ട് പറഞ്ഞേക്കാം. റസൂലുള്ളാഹിനോട് പോയിട്ട് പറയാ, എന്താ പറയേണ്ടത്? ഇന്നാ ലം നഅകുൽ അൽ-ലഹ്മ, ഞങ്ങൾ കുറച്ചു കാലമായി മാംസം ഒന്നും കഴിച്ചിട്ട് എന്ന് പറഞ്ഞാൽ മതി. ഇങ്ങ് തരണം എന്ന് പറയണ്ട, ചിലപ്പോ ഞമ്മക്ക് ഇങ്ങ് തരൂന്ന് പറയും. അങ്ങനെ പാവം സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അങ്ങനെ പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് പോയി. അങ്ങനെ അവിടുന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് കടന്നു, അഭിവാദ്യം ചെയ്തു. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് പോകുന്ന ആ പോക്കിൽ പറഞ്ഞയച്ച കുറച്ച് ടീമുണ്ടല്ലോ ഇവിടെ, മറ്റു മുത്തഅല്ലിമീങ്ങൾ, അവര് പറഞ്ഞു, അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. എന്താ പറഞ്ഞ? സയ്യിദ് ബിൻ സാബിത്ത് കേട്ടിട്ടില്ല. അവര് പറഞ്ഞു, ഇന്ന സയ്യിദൻ ഖദ് ലഖിയ നബിയ, ഇത് സയ്യിദ് നേരത്തെ കണ്ടിട്ട് ഈ ഇറച്ചിയെല്ലാം കൊണ്ടുവന്നു. നമ്മള് പറഞ്ഞിട്ടൊന്നും പോയൊന്നല്ല, സയ്യിദ് നേരത്തെ കണ്ടിനിത്, അതുകൊണ്ട് തന്നെയാ ഓറണീറ്റ് പോയത്. അത് നേരത്തെ കണ്ടിന്, ഇവര് പറഞ്ഞിട്ടാണ് ഓർ പോയത്. പക്ഷെ അവര് അത് മാറ്റി എന്ത് പറഞ്ഞു? സയ്യിദ് നേരത്തെ കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ട് വേഗം പോയ, നമ്മൾ പറയുമ്പോൾ തന്നെ വേഗം പോയ, അതുകൊണ്ടാണ്. അങ്ങനെ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് പ്രവേശിച്ചു, സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഈ കാര്യത്തിനാണ് വന്നത് എന്ന് റസൂലുള്ളാഹിക്ക് അറിയാമല്ലോ. അവിടുന്ന് പറഞ്ഞു, ഖുല്ലഹും ഖദ് അകൽതുമുൽ ലഹ്മൽ ആൻ, ഓ സയ്യിദേ, നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ച ആളുകളുണ്ടല്ലോ, അവരോട് പോയിട്ട് പറയൂ, നിങ്ങൾ മാംസം തിന്നു കഴിഞ്ഞു എന്ന് പറയൂ. അവര് അതാ ആ കാര്യം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയാതെ മഹാനായ സയ്യിദ് ബിൻ സാബിത്ത് മുത്തഅല്ലിമീങ്ങളുടെ അടുത്തേക്ക് തന്നെ മടങ്ങിപ്പോയി. അവരോട് പറഞ്ഞു, നിങ്ങൾ മാംസമൊക്കെ തിന്നു കഴിഞ്ഞു എന്നാണ് മുത്തുനബി പറയുന്നത്. അപ്പോൾ അവര് പറഞ്ഞു, വല്ലാഹി മാ അകൽനൽ ലഹ്മ മുൻദു കദാ വകദാ, ഞങ്ങൾ ഇതാ കുറേയായി മാംസം ഒന്നും തിന്നിട്ടേയില്ല. വീണ്ടും മഹാനായ സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി. എന്നിട്ട് പറഞ്ഞു, ഇല്ല നബി, അവര് മാംസമൊന്നും തിന്നിട്ടില്ല പോലും. അപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും സയ്യിദ് ബിൻ സാബിത്തിനോട് പറയുകയാണ്, ഇന്നഹും ഖദ് അകലുൽ ലഹ്മൽ ആൻ, അവർ ഇപ്പം മാംസം തിന്നിട്ടേ ഉള്ളൂ, ഇപ്പം തിന്നിട്ടേ ഉള്ളൂ മാംസം. വീണ്ടും സയ്യിദ് ബിൻ സാബിത്ത് രണ്ടാമത് മടങ്ങി വന്നു. അവരോട് പറഞ്ഞു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങനെയാണ് പറയുന്നത്. പറഞ്ഞില്ല. അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ എല്ലാവരും കൂടി റസൂലുള്ളാഹിന്റെ അടുത്തെത്തി. ഫഖാമു വദഖലു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാലു യാ റസൂലല്ലാഹ് ഇന്നാ മാ അകൽനൽ ലഹ്മ, നിശ്ചയം ഞങ്ങള് ഇതാ മാംസമൊന്നും തിന്നിട്ടില്ല നബിയേ. ഫഖാല ലഹും, അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവരോട് പറയുകയാണ്, അൽ ആന അകൽതും ലഹ്മ അഖീകും, നിങ്ങൾ നിങ്ങളുടെ സഹോദരനായ സയ്യിദ് ബിൻ സാബിത്തിന്റെ മാംസം തിന്നില്ലേ? വഅസറുൽ ലഹ്മി ഫീ അസ്നാനികും, നിങ്ങളുടെ പല്ലുകൾക്കിടയിൽ അതാ മാംസത്തിന്റെ അസറ്, മാംസം തിന്നതിന്റെ അടയാളം, അതിന്റെ അതാ അത് നിങ്ങളുടെ പല്ലുകൾക്കിടയിലുണ്ട്, അതുകൊണ്ട് തുപ്പിക്കളയൂ. അങ്ങനെ സുബ്ഹാനല്ലാഹ്, നിങ്ങളെ മാംസത്തിന്റെ ഇറച്ചിയുടെ ചുവപ്പ് നിങ്ങൾക്ക് കാണാം, നിങ്ങൾ തുപ്പി നോക്കൂ.
സുബ്ഹാനല്ലാഹ് ഫബദഖൂ അദ്ദമ അവർ തുപ്പിയപ്പോൾ ചോര കാണുകയാണ്. അത്ഭുതപ്പെട്ടു പോയി. അവര് മാംസം കഴിച്ചിട്ടില്ല, അവരതാ മാംസം തിന്നിട്ടില്ല. പിന്നെ തുപ്പി നോക്കിയപ്പോൾ രക്തം കാണുന്നു. ഫതാബൂ അവര് തൗബ ചെയ്ത് മടങ്ങുകയാണ്. വറജഉ അൻ ദാലിക വഅതദറു ഇലൈഹി സയ്യിദ് ബിൻ സാബിത്തിനോട് പൊരുത്തപ്പെടിക്കുകയാണ്. അവർ ചെയ്തുപോയ പറഞ്ഞുപോയ കാര്യത്തിൽ അവർ ഖേദിച്ചു മടങ്ങുകയാണ്, ഉദ്ർ ബോധിപ്പിക്കുകയാണ്. വഖാലു അവർ പറഞ്ഞു മാ അർദനാ ബിദാലിക അൽ കലാമൽ ഇല്ലാ ഖൈറാ ഞങ്ങൾ അതാ അയാളെ മോശമാക്കാനൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ വെറുതെ ഒരു ഖൈർ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. സയ്യിദ് ബിൻ സാബിത്ത് നേരത്തെ തന്നെ കണ്ടിട്ടുണ്ട് മാംസം റസൂലുള്ളാഹിക്ക് കൊണ്ടുവരുന്നത്, അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതുകൊണ്ടൊന്നുമല്ല, അയാൾ കണ്ടുകൊണ്ട് തന്നെയാണ് പോയത് എന്ന് പറഞ്ഞു പോയതാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അത് പറഞ്ഞപ്പോൾ നിങ്ങൾ അയാളെ പച്ച മാംസം തിന്നു. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അപ്പൊ ഇതെല്ലാം നമ്മളെ തമാശക്ക് പോലും നമ്മളെ ജീവിതത്തിൽ വന്നു പോകുന്ന സംഭവങ്ങളല്ലേ, അതുപോലും പാടില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, ഒരുപാട് സംഭവങ്ങളുണ്ട്. നിങ്ങൾക്ക് കാണാം ജാബിർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് വളരെ വൃത്തികെട്ട ഒരു വാസന ഇങ്ങനെ അടിച്ചു വീശുന്നു. ഞങ്ങൾ ഇങ്ങനെ അനുഭവിക്കുകയാണ്, വളരെ വൃത്തികെട്ട ഒരു വാസന. സുബ്ഹാനല്ലാഹ്, ആ വാസന ഇങ്ങ് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന നാസം മിനൽ മുനാഫിഖീന ഖദ് ഇഗ്താബൂ നാസം മിനൽ മുസ്ലിമീൻ. അതേ മുനാഫിഖീങ്ങൾ മുസ്ലിമീങ്ങളെ ഗീബത്ത് പറയുന്നുണ്ട്, അവരുടെ പച്ച മാംസം തിന്നുന്നുണ്ട്. അതിന്റെ മോശമായ വാസനയാണ് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നതെന്ന് ബഹുമാനപ്പെട്ട മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെ സൂഫിയാക്കളായ മഹാന്മാര് പറഞ്ഞു, ഇപ്പൊ ഗീബത്തും നമീമത്തും കൊണ്ട് നിറഞ്ഞ ഒരു കാലല്ലേ, ഇപ്പൊ നമ്മൾ ഒരു വാസനയൊക്കെ അനുഭവിക്കുന്നില്ലല്ലോ. എത്ര ആള് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നുണ്ട്, ഗീബത്ത് പറയുന്നുണ്ട്, സ്റ്റേജും കയറിയിട്ട് വരെ പറയുന്നില്ലേ. AP ഉസ്താദിനൊക്കെ എത്ര കുറ്റങ്ങൾ പറഞ്ഞ ആള് സ്റ്റേജും കാര്യം മൈക്കും കെട്ടിയിട്ട് ഉസ്താദ് എല്ലാവർക്കും പുറത്തു കൊടുത്തു. അല്ലാഹു ഉസ്താദ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ചില മഹാന്മാരായ സൂഫിയാക്കൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഗീബത്ത് പറഞ്ഞാൽ, പച്ച മാംസം തിന്നാൽ അതിന്റെ വൃത്തികെട്ട ആ രീഹ്, ഗന്ധം, ദുർഗന്ധം അതിങ്ങനെ അനുഭവിക്കാൻ കഴിയുമായിരുന്നു റസൂലുള്ളാഹിന്റെ കാലത്ത്. വലാ തതബയ്യനു ഫീ യൗമിനാ ഹാദാ, ഇപ്പൊ എന്താ അത് അനുഭവിക്കാൻ കഴിയാത്തത്? ഒരു ചോദ്യം. അതിന് മഹാന്മാരായ ആ സൂഫിയാക്കൾ തന്നെ മറുപടിയും പറഞ്ഞു, ലിഅന്നൽ ഗീബത ഖദ് കസറത് ഫീ യൗമിനാ, ഇന്ന് ഗീബത്ത് സർവ്വവ്യാപിയായി പോയി, അതുകൊണ്ട് തന്നെ അതിന്റെ രീഹ് അനുഭവിക്കാത്ത ഒരു മൂക്കുമില്ല. എല്ലാരും മണത്ത് ശീലായി പോയി, മണത്തിട്ട് ശീലായി പോയി. ഇപ്പോ അത് മണത്തിട്ട് ശീലായി പോയി, അതുകൊണ്ട് അതൊരു ദുർഗന്ധമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല എന്ന് അവര് പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിച്ചതാണ്, നോമ്പുകാരൻ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് അവരുടെ നോമ്പ് നഷ്ടപ്പെടുത്തി കളയുന്ന ഗീബത്ത്,
അത് പറയാതിരിക്കാം. വേറെയും ഒരുപാട് സംഭവങ്ങൾ. ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയാണ്, ഞങ്ങൾ കുറെ ആളുകൾ ഇങ്ങനെ യാത്ര പോവാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ ഉണ്ട് ആ യാത്രയിൽ. അങ്ങനെ അവരെല്ലാവരും ഒരു വീട്ടിലെ ഇറങ്ങി. യാത്രക്കിടയിൽ ഓരോ ആളുകളും താമസിക്കാനുള്ള ഇടം പിടിച്ചു. അവര് ഭക്ഷണമുണ്ടാക്കിയപ്പോൾ ആ ഭക്ഷണം അവരുണ്ടാക്കി. ഇതിനിടയിൽ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഉറങ്ങുകയാണ്. ആ ഉറങ്ങുന്ന സമയത്ത് അവരിൽപ്പെട്ട ചിലര് പറഞ്ഞു, ഇതാ ഈ മനുഷ്യൻ നമ്മളെ കൂടെ വന്നത് ഇങ്ങനെ നല്ലോണം ഉറങ്ങാനുള്ള ഒരു സ്ഥലം കിട്ടാൻ വേണ്ടി വന്നതാണ്. അതുപോലെ തന്നെ ما يريد هذا العبد إلا أن يجيء إلى خيام مضروبة وطعام مسنون. ഇയാൾ വന്നത് ഈ ഉറങ്ങാനുള്ള സ്ഥലം കിട്ടാൻ വേണ്ടി വന്നതാണ്, അതുപോലെ ഉണ്ടാക്കിയ ഭക്ഷണം കിട്ടാൻ വേണ്ടി വന്നതാണ്. ഇങ്ങനെ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. നമ്മൾ ചിലപ്പോ അങ്ങനെയെല്ലാം പറഞ്ഞു. ബുർദ മജീസിന് നമ്മൾ കുറെ ആളെ വിളിച്ച്, അപ്പൊ എപ്പം വരാത്ത 1-2 ആളെ കണ്ടപ്പോ ഭക്ഷണം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് വന്നിയാ പറയൂലേ. ഇതാ ഈ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് സഹയാത്രികരായ ആളുകൾ പറഞ്ഞു, ഇയാൾ വന്നത് കിടക്കാൻ ഒരു സ്ഥലം കിട്ടാനും തിന്നാനും ഭക്ഷണത്തിനും വേണ്ടിയാ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഷയം അറിഞ്ഞു. അവര് സൽമാൻ റളിയല്ലാഹു അൻഹുവിനോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെ പറ്റി നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മഹാനവറുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് പോയി. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, അവര് മാംസമുണ്ടാക്കി കറി വെച്ച് കഴിഞ്ഞു എന്നവരോട് പറയൂ. കാരണം സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ മാംസം അവർ തിന്നു. അവർക്ക് ഇഷ്ടമില്ലാത്തത് അവര് പറഞ്ഞു. റസൂലുള്ള അവരെ സംബന്ധിച്ച് അവരതാ ഭക്ഷണം കറിയുണ്ടാക്കി കഴിച്ചു പോയല്ലോ എന്ന് പറഞ്ഞല്ലോ. അവര് പറഞ്ഞു, അതെ, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങളുടെ സാഹിബായ സഹയാത്രികനായ സൽമാൻ റളിയല്ലാഹു അൻഹു അവര് ഉറങ്ങുന്ന സമയത്ത് ഹീന ഖുൽതും മാ ഖുൽതും വഹുവ നായിം, അതെ, അവര് ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ എന്നിട്ട് അവർക്ക് ഓതിക്കൊടുക്കുകയാണ് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആനിലെ, അതെ, ഖുർആനിൽ ഒരു വചനം ഓതിക്കൊടുക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദൽ-ളന്നി ഇസ്മ്. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ പല ധാരണകളും ഉപേക്ഷിക്കണം, വെടിയണം. പല ധാരണകളും നിങ്ങൾ വെടിയണം. കാരണം എന്താണ്? ചില ധാരണകളൊക്കെ തെറ്റാണ്, കടുത്ത തെറ്റാണ്. അതേ, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച് തെറ്റായ ഒരു ധാരണയും വെച്ച് പുലർത്താൻ പാടില്ല. നമ്മളൊരാളെ സംബന്ധിച്ച് അങ്ങനെ കരുതരുത്. കാരണം അവർക്കത് ഇഷ്ടമില്ല എങ്കിൽ നമ്മൾ കുടുങ്ങിപ്പോകും. അപ്പൊ നമ്മളെ നോമ്പിനെ, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു നോമ്പിനെ നഷ്ടപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നാവാണെങ്കിൽ, നാവിനെ കളങ്കമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഗീബത്ത്. ഒരാളെ സംബന്ധിച്ച് അയാളിൽ ഉള്ളതാകട്ടെ ഇല്ലാത്ത നമ്മൾ പറയണ്ട. കാരണം ഒരു തെറ്റ് ചെയ്തൊരുത്തനാണെങ്കിൽ ഓനെ നന്നാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അയാളോട് പോയിട്ട് പറയാ, അയാളോട് പോയിട്ട് അയാളെ തെറ്റ് പറയാ. നാട്ടിലുള്ള 10,000-ങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ട് തബ്ലീഗാർ ഒരുത്തനെ നന്നാക്കിയ പോലെ ഉണ്ടാവും. തബ്ലീഗാർ
ഒരുത്തനെ കൂടെ കൂട്ടിയിട്ട് നന്നാക്കി. ഭയങ്കര താടിയെല്ലാം വെച്ച് നിര്യാണിന്റെ മോളില് മുണ്ടലെടുത്ത് ഭയങ്കര തബ്ലീഗിന്റെ കൂടെ കൂടിയാ നന്നാകല്ല വെടുക്കായി ഈമാനങ്ങ് ഉരപ്പെട്ടു. അങ്ങനെ ഇവനെയും കൂട്ടിയിട്ട് എല്ലാടെയും പോലോടി. എന്നിട്ട് കാണുന്ന ആൾക്കാരോടെല്ലാം പറയുക ഇവന് ഭയങ്കര കുടിയനേനും ഭയങ്കര മോശക്കാരനേനും ഇവൻ ഞമ്മളൊക്കെ കൂടിയതാ നന്നായി. അങ്ങനെ ഒരു 10 ആളെടുത്ത് പോയത് ഇവൻ പറഞ്ഞു ഈലും നല്ല പഴയ കുടിയന്നെയാ, കാരണം ഞാൻ കുടിക്കുന്നതും ഇതാക്കുന്നതൊന്നും ആരും അറിയല്ലേ, നിങ്ങളിപ്പോ നാട്ടിലൊട്ടാകെ പാട്ടാക്കി. ഇതുപോലെ നമ്മൾ ഒരാളെ തെറ്റ് കുറ്റം അയാളെ പറഞ്ഞ് നന്നാക്കി ശരിയാക്കി എടുക്കാൻ കഴിയുമെങ്കിൽ അതിന് നിൽക്കുക. അതിങ്ങനെ വേറെ ഒരുപാട് ആളുകളോട് പോയിട്ട് പറയുന്നത് എന്തിനാണ്? അതിന്റെ ആവശ്യമില്ല. അല്ലാഹു തആല പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആനിൽ, ലാ യുഹിബ്ബുല്ലാഹ് ആയത്ത് ഓർമ്മയിട്ട്, ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ കമാ ഖാല അസ്സ വജൽ. എന്താണ്? അല്ലാഹു തെറ്റിനെ പരസ്യപ്പെടുത്താൻ അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല. അല്ലാഹു തആല നമ്മളെല്ലാവരെയും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് ഒരാളെയൊന്നും നമ്മൾ നോക്കണ്ട, നമ്മളെ നാവ് നമ്മൾ എന്ത് ചെയ്യുക? സൂക്ഷിക്കുക. ഇന്ന് സുബ്ഹാനല്ലാഹ് വാട്സപ്പ് തുറന്നാൽ ഇതാണ് ഗ്രൂപ്പുകളിലൂടെ അല്ലാത്ത പേഴ്സണലായി ഒക്കെ പലരും പലരുടെയും ഗീബത്ത് പറയുകയാണ്. അത് നോമ്പ് കാലത്ത് നമ്മളെ നോമ്പ്, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് എന്താണ്? അവർക്ക് വെള്ളം കുടിക്കാതിരുന്നു, ഭക്ഷണം കഴിക്കാതിരുന്നു എന്നതല്ലാതെ വേറെ ഒന്നുമില്ല. കാരണം അവരുടെ നോമ്പിന് യാതൊരു ഗുണവും ഇല്ല. അവരെ നാവിനെ അവര് സൂക്ഷിച്ചില്ല, അവരുടെ ശരീരത്തിലെ അവയവങ്ങൾ അവര് സൂക്ഷിച്ചില്ല. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളോട് ഒരാൾ പറഞ്ഞു, ഓ ഹസനുൽ ബസരി തങ്ങളെ, നിങ്ങളെ കുറിച്ച് ഒരാൾ ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്. ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹു അതിന് പ്രശ്നമുണ്ടാക്കിയിട്ടില്ല. അയാൾക്ക് നല്ല ഒരു വാർത്ത അറിയിച്ചു കൊടുക്കുകയാണ്. എന്താണത്? ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു അവര് പറയുകയാണ്, നിങ്ങൾ എനിക്ക് നല്ല പ്രസന്റേഷൻ നൽകിയെന്ന് ഞാൻ അറിഞ്ഞല്ലോ. കാരണം എന്താ? എന്നെ കുറിച്ചതാ ഗീബത്ത് പറഞ്ഞാൽ എനിക്ക് അല്ലാഹു വലിയ ഹസനാത്ത്, നിങ്ങളെ ഹസനാത്തും കൂടി എനിക്ക് തരിക എന്നല്ലാതെ എന്റെ ഒന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ ഒരാളെ കുറിച്ച് ഗീബത്ത് പറഞ്ഞാൽ ആകെ അത്രയേ നമ്മളെ അമലുള്ളൂ. അത് നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോ നമ്മുടെ ഏടുകൾ പരിശോധിക്കുമ്പോ ആ ഏടുകളിൽ എന്താണ് ഉള്ളത്? ഒന്നുമില്ല. എവിടെ പോയി എന്റെ നിസ്കാരം? എവിടെ പോയി എന്റെ നോമ്പ്? എവിടെ പോയി എന്റെ അമലുകൾ? ഇതിങ്ങനെ അതാ മഹാന്മാര് പറയുകയാണ്, ഇന്നൽ അബ്ദല യുഅതാ കിതാബഹു യൗമൽ ഖിയാമ. അന്ത്യനാളിൽ ഓരോ ആളുകൾക്കും അവരുടെ കിതാബ് നൽകപ്പെടുമ്പോൾ ഫയറാ ഫീഹി ഹസനാത്ത്, അവൻ അതിൽ കാണുകയാണ് കുറെ നന്മകൾ, അതിൽ കാണുകയാണ്. ലം യകുൻ അമിലഹാ, അവനാണെങ്കിൽ അതൊന്നും ചെയ്തിട്ടില്ല, അതൊന്നും അവൻ ചെയ്തിട്ടില്ല. പക്ഷെ അവന്റെ ഏടിൽ ഇങ്ങനെ കുറെ നിസ്കാരവും കുറെ കാര്യങ്ങളും ഇങ്ങനെ കുമിഞ്ഞു വന്നു കൂടിയിരിക്കുകയാണ്. നന്മകൾ അവന്റെ ഏടിൽ വന്ന് നിറഞ്ഞിരിക്കുകയാണ്. അവൻ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, യാ റബ്ബു, അല്ലാഹുവേ
മിൻ ഐന ലീ ഹാദാ, ഇതൊക്കെ എനിക്ക് എവിടുന്ന് കിട്ടിയതാണ്, ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അല്ലാഹു തആല പറയുകയാണ് ഹാദാ ബിമാ ഇഗ്താബകൻ നാസു വ അൻത ലാ തശ്ഉറു, നീ അറിയാതെ നിനക്കിതെല്ലാം വന്നു ചേർന്നത്. പല ജനങ്ങളും നിന്നെ ഗീബത്ത് പറഞ്ഞു, അപ്പോൾ അവരുടെ അമല് മുഴുവനും നിന്റെ ഏടിലേക്ക് ഞാൻ മാറ്റിയിരിക്കുകയാണ്. ഇനി നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മൾ ഗീബത്ത് പറഞ്ഞാൽ നമ്മുടെ നിസ്കാരം അങ്ങോട്ട് പോയി, നമ്മുടെ നോമ്പ് അങ്ങോട്ട് പോയി, നമ്മുടെ അമലുകളെല്ലാം അങ്ങോട്ട് പോയി, നമ്മുടെ ഏട് കാലിയായി പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. 4 കാര്യങ്ങൾ നോമ്പ് മുറിച്ച് കളയുന്നതാണെന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നോമ്പ് മാത്രമല്ല വുളൂഇനെ പോലും മുറിച്ച് കളയുകയാണ്, അമലുകളെ പൊളിച്ചു കളയുകയാണ്. 4 കാര്യങ്ങൾ, അതിലൊന്ന് അൽ ഗീബത്തു. യഥാർത്ഥത്തിൽ നിയ്യത്ത് വെച്ച് നോമ്പുകാരനായി അന്നപാനീയങ്ങൾ ഒഴിവാക്കി നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് ജീവിക്കുമ്പോൾ നോമ്പ് മുറിയൂല. പക്ഷെ ഈ പറഞ്ഞ നോമ്പ് മുറിഞ്ഞു എന്ന് പറയുന്നത് ആത്മീയമായി ചിന്തിക്കുമ്പോൾ നോമ്പിനൊരു പ്രതിഫലവും ഇല്ലാതായി പോവുകയാണ് നാവ് കൊണ്ട് ഗീബത്ത് പറഞ്ഞാൽ. അതുപോലെ തന്നെ കളവ് പറഞ്ഞാൽ, നമീമത്ത് പറഞ്ഞാൽ, അതിനെ സംബന്ധിച്ച് നാളെ ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. അതുപോലെ വന്നളുറു ഇലാ മഹാസിനിൽ മർഅതി, സ്ത്രീകളുടെ ഭംഗിയിലേക്ക് നോക്കിയാൽ, അത് മൊബൈലിലൂടെ നോക്കിയാലും പുരുഷന്മാരോട് പറയുന്ന വേളാണത്. അതേ, എങ്ങനെ നോക്കിയാലും നമുക്ക് ഹലാലല്ലാത്ത സ്ത്രീകളെ നോക്കി നമ്മൾ ആസ്വദിച്ചാൽ പിന്നെ നോമ്പുകാരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.